അല്ല തെറ്റാണ് ശ്രീകുമാർ, എന്ന് അവിടെ പറയുമ്പോൾ എനിക്കൊരു ചോദ്യമുള്ളത്, ഈ ശങ്കരപീഠത്തിലുള്ള ശങ്കരാചാര്യന്മാർ താങ്കൾ പറഞ്ഞത് കണക്ക് അവർ വളരെ പ്രധാനികൾ തന്നെയാണ്. പക്ഷേ അവർ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ പുരി ശങ്കരാചാര്യർ പറഞ്ഞത് അവിടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നരേന്ദ്രമോദിയല്ലേ, അവിടെ അദ്ദേഹം നമ്മൾ സൈഡിൽ വന്നിരിക്കേണ്ട കാര്യം നടത്താൻ എന്താണ്? പോകുന്നത്, ആ ഐഡലിൽ തൊട്ട് ചടങ്ങുകൾ നടത്താൻ പോകുന്നത് നരേന്ദ്രമോദി ആയിരിക്കുന്നുണ്ട്. അവിടെ പോയി ക്ലാപ്പ് ചെയ്യാൻ ഞങ്ങൾ വേണോ എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്, ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ശങ്കരാചാര്യന്മാരും ഈ പറയുന്ന രാമജന്മഭൂമി ട്രസ്റ്റുമായിട്ടും ഒക്കെ നടക്കുമ്പോഴും ഒരു സെക്ട് എന്നുള്ള നിലയ്ക്ക്, ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്ക് അവരുടെ പൊതു താല്പര്യം ഒന്ന് തന്നെയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഈ തർക്കത്തെ നമ്മൾ ഗൗരവതരമായി കണ്ടിട്ട് അപ്പുറത്ത് BJP നടത്തുന്ന വലിയ പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെതിരായിട്ട് എന്തോ ഹിന്ദു സമുദായത്തിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്നൊരു വിലയിരുത്തലേക്ക് പോയാൽ ഇവരുടെ മൊത്തം പൊതു താല്പര്യം ഒന്നാണ് എന്ന വസ്തുത മറന്നു പോകും. അല്ലല്ല, ഞാൻ അതല്ല പറഞ്ഞേ. അതായത് വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി BJP ശ്രമിക്കുമ്പോൾ ആ വിശ്വാസത്തിലുള്ളവർ തന്നെ എതിരഭിപ്രായം പറഞ്ഞാൽ അത് ശ്രദ്ധിക്കപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ അജണ്ട മാറ്റപ്പെടും. ഇവിടെ കോൺഗ്രസ് ആ രാമക്ഷേത്രത്തിൽ പോകുന്നതിനെതിരല്ല. ആ രാമക്ഷേത്രത്തിൽ ആർക്ക് വേണേ പോകാം. കോൺഗ്രസ് പോകണമെന്നോ പോകണ്ടെന്നോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. കമൽനാഥിനോ ആർക്ക് വേണമെങ്കിലും പോകാം. ആ ചടങ്ങിലേക്ക് അവർക്കൊന്നും ക്ഷണമില്ല. അതിന് കോൺഗ്രസിനാണ് ക്ഷണം. അത് നിഷേധിച്ചു, അവരത് നിരാകരിച്ചു അവർ പറയുന്ന കാര്യം ഇത് രാഷ്ട്രീയമായിട്ട് പ്രധാനമന്ത്രി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ക്ഷേത്രത്തിലേക്ക് പോവാം. രാമക്ഷേത്രം ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കഴിഞ്ഞാൽ ആ ക്ഷേത്രം തുറന്നെടുക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സംഘത്തിന് പോവാം. ഇതൊക്കെ നമ്മൾ മുൻപ് ചർച്ച ചെയ്തതാണ്. പക്ഷേ BJPയുടെ രാഷ്ട്രീയ അജണ്ട പരാജയപ്പെടാൻ പോകുന്നത് ഹൈന്ദവ ശ്രേഷ്ഠന്മാർ അവർ പറയുകയാണ് ക്ഷേത്രം പൂർത്തിയായിട്ടില്ല. അവിടെയാണ് പ്രശ്നം. ക്ഷേത്രം പണി പൂർത്തിയായിട്ടില്ല. പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ അവിടെ എനിക്കൊരു വിയോജിപ്പുണ്ട്. ശ്രീകുമാർ, പൂർത്തിയാകാത്ത ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ എന്നതിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. അങ്ങേക്ക് അതിൽ അങ്ങയുടെ ഭാഗം വ്യക്തമാക്കുകയും ചെയ്യാം. നമ്മൾ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഈ പ്രാണപ്രതിഷ്ഠ എങ്ങനെയാണ് ഒരു ഇൻകംപ്ലീറ്റ് ടെമ്പിളിൽ നടത്തുന്നത് എന്നതാണല്ലോ ഇവിടെ പ്രധാനമായും ഇപ്പോൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അതായത് ഈ വിഗ്രഹം എന്ന് പറയുന്നത് അതിന് പ്രാണൻ നൽകിക്കൊണ്ട് ഈ പ്രതിഷ്ഠയിലേക്ക് എത്തുന്നത്, അത് ശ്രീരാമനായി മാറുന്ന ആ ഒരു പ്രക്രിയയുണ്ടല്ലോ, അത് പൂർത്തിയാകുന്നതിന് ടെമ്പിളിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകണം എന്ന് നിർബന്ധമില്ല. ഗർഭഗൃഹം അല്ലെങ്കിൽ സാങ്ക്ടം സാങ്ക്ടോറം ഇത് രണ്ടും പൂർത്തിയായാൽ മതി. അതാണ് താന്ത്രിക വിധിയിൽ പറയുന്നത്. താങ്കൾക്ക് തെറ്റാണെങ്കിൽ തിരുത്താം. താന്ത്രിക വിധിയാണ് ഞാൻ കോട്ട് ചെയ്തത്. ഞാന് നിങ്ങളെ ചില കാര്യങ്ങൾ ശങ്കരാചാര്യന്മാർ പറയുന്നത് ശരിയും ഇക്കാര്യത്തിൽ അവർ പറയുന്നത് തെറ്റും എന്ന രീതിയിൽ അവർ പറയുന്നത് തെറ്റാണെന്നല്ല, താന്ത്രിക വിധിയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഭക്തർ ഇതും കണക്കിലെടുക്കുമല്ലോ. പ്രധാനമന്ത്രിക്ക് പങ്കെടുക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ അജണ്ടയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ക്ഷേത്രം പണി പൂർത്തിയാകാതെ പ്രതിഷ്ഠ നടക്കുന്നു എന്ന ചർച്ചാ വിഷയമായില്ലേ 2 ദിവസമായിട്ട്? ആ ചർച്ചാ വിഷയം BJPക്ക് എതിരാകും. എന്താ സംശയമില്ല ശ്രീമതി സുജയ? ചർച്ചയായി. ശങ്കരാചാര്യന്മാർ പറഞ്ഞു ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അത് ചർച്ചയാക്കിയില്ലേ? ഇത്രയും കാലം ചർച്ചയായിരുന്നു. ഇത്രയും കാലം എന്തായിരുന്നു ചർച്ച? കോൺഗ്രസ് എന്താ പോകാത്തത്? കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ ക്ഷേത്രത്തിനെതിരല്ല, ആ ചടങ്ങിൽ ഞങ്ങൾക്ക് ക്ഷണമുണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന അജണ്ടയാണ്, അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 2019 BJPയുടെ അജണ്ടയിൽ കോൺഗ്രസ് അറിയാതെ കൊത്തിപ്പോയി. BJPയുടെ അജണ്ടയിൽ കൊത്തേണ്ടതില്ല എന്ന തീരുമാനം ആദ്യം എടുത്തത് CPIM ആണ്. CPIM അങ്ങോട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസും അങ്ങോട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞു. പക്ഷേ കോൺഗ്രസിന്റെ ഇതൊരു ഭാഗികമായ തീരുമാനമാണ്. ഇപ്പോൾ ക്ഷണം ലഭിച്ച 3 പേർ പോകണ്ട എന്ന് തീരുമാനിക്കുന്നു. സോണിയാഗാന്ധി, ഖർഗെ, അധിർ രഞ്ജൻ ചൗധരി. അതേസമയം ഹിമാചൽ മുഖ്യമന്ത്രിക്ക് അത് വ്യക്തിപരമായ താല്പര്യത്തിന് പുറത്ത് പോകാം, മറ്റുള്ളവർക്ക് വേണമെങ്കിൽ പോകാം എന്ന് പറയുന്നത് അർത്ഥ മനസ്സോടുകൂടിയുള്ള ഒരു തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ വിയോജിക്കുമോ? അല്ല, സംഘടനാപരമായ തീരുമാനം കോൺഗ്രസ് എടുത്തത്. 3 പേരെ ക്ഷണിച്ചു. ആ 3 പേര് കോൺഗ്രസിന്റെ അധികാരികളാണ്. പ്രസിഡന്റ്, UPA ചെയർപേഴ്സൺ ആയിരുന്ന സോണിയാഗാന്ധി, അധിർ രഞ്ജൻ ചൗധരി. അപ്പൊ അവർ 3 പേര് ആ പദവികൾ വഹിക്കുന്നു. അവരെ ക്ഷണിച്ചു, അവർ പോകുന്നില്ല. മറ്റുള്ള ആർക്കും വേണമെങ്കിൽ വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് കോൺഗ്രസ്, ഒരു ഹിന്ദു ശരാശരി ഹിന്ദുവാണ്, അത് ആദ്യം മനസ്സിലാക്കുക. മൃദു ഹിന്ദുത്വമൊന്നും അവിടെ ഇല്ല. ഒരു ശരാശരി ഹിന്ദു കോൺഗ്രസ്സുകാരന് അവിടെ പോകാം, തൊഴാം, ഒരു വിഷയമല്ല. കാരണം സുപ്രീം കോടതി വിധി കോൺഗ്രസ് അംഗീകരിച്ചതാണ്. നാളെ പള്ളി പണിയാണെങ്കിൽ, മെയ് മാസത്തെ പള്ളി പണിയാണെങ്കിൽ അത് അവിടെയും കോൺഗ്രസിന് പോകാവുന്നതാണ്. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. മതവും രാഷ്ട്രീയവും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. പക്ഷേ അധികാര രാഷ്ട്രീയവും മതവും ഇവിടെ വേർതിരിച്ചു കാണുന്നു. അതാണ് കോൺഗ്രസ് പറഞ്ഞത്. അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി മതത്തെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ മതവിശ്വാസത്തെ ഹനിക്കുന്നില്ല. രാമക്ഷേത്രത്തിൽ പോകാം. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചത് കോൺഗ്രസിനെയാണ്. അത് രാഷ്ട്രീയമാണ്. You are watching Reporter Evening Show.